നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഇറക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് BJP. ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിശ്ചയിച്ച വാർഡിൽ നിന്ന് നൂറുകണക്കിന് വോട്ടർമാരാണ് മറ്റു വാർഡുകളിലേക്ക് മാറിയിട്ടുള്ളതെന്നും ആരോപണം. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ആദ്യം രംഗത്ത് വരേണ്ട CPM മൗനം പാലിക്കുന്നു. ക്രമക്കേടിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ. തൃശൂർ ദേശീയപാതയിൽ അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. ലോറിയും താക്കോലും ഉപേക്ഷിച്ച് ഡ്രൈവർമാർ കടന്നുകളഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് അധികൃതരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി അധികൃതർ. ഡ്രൈവർമാർ ഉപേക്ഷിച്ച ലോറി ഉടമകളെ വിളിച്ചു വരുത്തി പിഴ ഈടാക്കി വാഹന പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ. പിതൃതർപ്പണ സ്മരണയിൽ ബലിതർപ്പണം. ഷൊർണൂർ ശാന്തിതീരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണ ക്രിയകൾക്കായി എത്തിയത് പതിനായിരങ്ങൾ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ മണിക്കൂറുകളോളം നീണ്ടു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞ് പത്തിരിപ്പാല ഞാവളിൻ കടവ് മുങ്ങിയതോടെ കാൽനടയാത്ര മുടങ്ങിയ നിരവധി പേർ ദുരിതത്തിൽ. നിലവിൽ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും പത്തിരിപ്പാലയിലെത്തുന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ലെന്നും ആക്ഷേപം. പത്തിരിപ്പാലയിൽ ഹോട്ടലിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ മണ്ണൂർ പോലീസ് പിടികൂടി. മാങ്കുറിശി അമ്പലത്തിന് സമീപം സാഹസികമായി പിടികൂടി അറസ്റ്റിലായത് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി 36-കാരനായ അബ്ദുൾ റസാഖ്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പാഞ്ഞാളിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇറക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് BJP. ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിശ്ചയിച്ച വാർഡിൽ നിന്ന് നൂറുകണക്കിന് വോട്ടർമാരാണ് മറ്റു വാർഡുകളിലേക്ക് മാറിയിട്ടുള്ളതെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ ആരോപിച്ചു. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ആദ്യം രംഗത്ത് വരേണ്ട CPM മൗനം പാലിക്കുകയാണെന്നും വിഷയത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകുമെന്നും നേതാക്കൾ ഒറ്റപ്പാലത്ത് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇറക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJP ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിശ്ചയിച്ച വാർഡിൽ നിന്ന് നൂറുകണക്കിന് വോട്ടർമാരാണ് മറ്റു വാർഡുകളിലേക്ക് മാറിയിട്ടുള്ളത്. അതിർത്തി നിർണയം പോലും അശാസ്ത്രീയമായിരുന്നു. അതിർത്തി നിർണയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഫീൽഡിൽ യാത്ര ചെയ്തിട്ടില്ല. വോട്ടർ പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തുമ്പോൾ ഒരു വീട്ടിലെ തന്നെ അംഗങ്ങൾ പല വാർഡിലാവുകയും വാർഡുകളുടെ നടുഭാഗത്തുള്ള നൂറുകണക്കിന് വോട്ടർമാർ വേറെ വാർഡുകളിൽ ആവുകയും ചെയ്തിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗവൺമെൻറ് അനുകൂല സംഘടനാ പ്രവർത്തകരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും BJP കുറ്റപ്പെടുത്തുന്നു. മുനിസിപ്പാലിറ്റികളിലും പല ഗ്രാമപഞ്ചായത്തുകളിലും ഭരിക്കുന്ന പാർട്ടിയുടെ അംഗങ്ങൾ ആയിരുന്നു ഈ വോട്ടർ പട്ടികയിൽ വോട്ടർമാരെ തരംതിരിച്ചിരുന്നത്. CPMൻ്റെ LC ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളതെന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. അതുകൊണ്ടാണ് വോട്ടർ പട്ടികയുടെ ക്രമക്കേടിനെതിരെ രംഗത്ത് ആദ്യം വരേണ്ട CPM മൗനം പാലിക്കുന്നത്. എന്തായാലും ഈ തെറ്റ് തിരുത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിനായി നിയോഗിക്കപ്പെട്ടവർ ആണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും വിഷയത്തിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം പഞ്ചായത്തിലുള്ള ആദ്യം വന്നുള്ള വോട്ടർ പട്ടികയുടെ രൂപം അവര് CPMന്റെ LC ഓഫീസുകളിലേക്ക് കൊണ്ടുപോവുകയും ആ LC ഓഫീസിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരമാണ് അതിൽ വോട്ടർമാരെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാപകമായ പരാതികൾ ഉണ്ടായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ട് ഇതുവരെ CPM പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത്. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ചാടി വീഴാറുള്ള CPM ഈ വിഷയത്തിൽ മൗനം അവലംബിക്കുന്നത് വീഴ്ച അവരുടെ ഭാഗത്താണ് എന്നുള്ളത്. ഇത് നേരെയാക്കേണ്ട ചുമതല അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള ആ ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻകൈ എടുത്ത്
ഈ വ്യാപകമായ ക്രമക്കേട് തിരുത്താനും തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കാനും അതിലൂടെ ഒരു വോട്ടറുടെ പോലും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ പി വേണുഗോപാലിനൊപ്പം ജില്ലാ മീഡിയ കൺവീനർ KM പ്രതീഷും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഭയന്ന് ദേശീയപാത തൃശൂർ നടത്തറയിൽ അമിതഭാരം കയറ്റി വന്ന 3 ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായും ഇതിലൂടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലഭിച്ചതാകാം വാഹനം ഉപേക്ഷിച്ചുള്ള മുങ്ങലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്ത് നടപടികൾ ആരംഭിച്ചു. ദേശീയപാതയിൽ പരിശോധനയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇറങ്ങിയതോടെയാണ് അമിതഭാരം കയറ്റി വന്ന ടോറസ് ലോറി നടത്തറ സിഗ്നലിന് സമീപം ഉപേക്ഷിച്ച് ഡ്രൈവർ കടന്നു കളഞ്ഞത്. തൊട്ടു പിന്നാലെ വന്ന 2 ടോറസ് ലോറികളും ഉപേക്ഷിച്ച് ഡ്രൈവർമാർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഉടമകളെ വിളിച്ചു വരുത്തിയാണ് പിഴ ഈടാക്കി വാഹനങ്ങൾ മാറ്റിയത്. സംഭവത്തിൽ GST വകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലോറികൾ ഉപേക്ഷിച്ചു കടന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. പോലീസ് വയർലെസ് സംവിധാനം പോലെ ഞൊടിയിടയിൽ വിവരങ്ങൾ കൈമാറുന്നതിനായി ഡ്രൈവർമാർക്കിടയിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വാഹന പരിശോധനയ്ക്ക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ് ഇവരിൽ ആര് നിലത്തിലിറങ്ങിയാലും ഞൊടിയിടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം വരുന്ന തരത്തിലാണ് ഗ്രൂപ്പിന്റെ പ്രവർത്തനമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാലയിലെ ഹോട്ടലിൽ നിന്ന് കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ മാങ്കുറിശ്ശിയിൽ വെച്ച് മണ്ണൂർ പോലീസ് പിടികൂടി. മലപ്പുറം കോട്ടക്കൽ സ്വദേശി 36 വയസ്സുള്ള അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി മണ്ണൂർ പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 5 മണിയോടുകൂടി വാഹന പരിശോധനയ്ക്കിടെ മാങ്കുറിശ്ശിയിൽ വെച്ച് സംശയാസ്പദമായ കണ്ട അബ്ദുൾ റസാഖ് ഭയന്നോടുകയും പിന്നീട് പിന്തുടർന്ന് മാങ്കുറിശ്ശി അമ്പലത്തിന് സമീപം വെച്ച് സാഹസികമായി പിടികൂടുകയായിരുന്നുവെന്നും മങ്കര പോലീസ് പറഞ്ഞു. ആദ്യം ഇയാൾ പരസ്പര വിരുദ്ധമായി മറുപടിയാണ് പോലീസിന് നൽകിയത്. കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ കവർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന കമ്പിപ്പാര, സ്ക്രൂ ഡ്രൈവർ, ഇതിനു പുറമെ നാണയങ്ങൾ തുടങ്ങിയവ കണ്ടെത്തിയതോടെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പത്തിരിപ്പാലയിലെ ഹോട്ടലിൽ കടന്ന് കവർച്ച നടത്തിയ കാര്യം ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. പത്തിരിപ്പാലയിലെ അമ്പാടി ഹോട്ടലിലാണ് കവർച്ച നടത്തിയതെന്നും ഏകദേശം 6500ഓളം രൂപ നഷ്ടപ്പെട്ടതായും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. വിവിധ ജില്ലകളിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണെന്നും ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും മങ്കര പോലീസ് പറഞ്ഞു. മങ്കര പോലീസ് ഇൻസ്പെക്ടർ A. പ്രതാപ്, സബ് ഇൻസ്പെക്ടർ സുൽഫീഖർ, മറ്റു പോലീസുകാരായ സത്യനാരായണൻ, ശ്രീകൃഷ്ണകുമാർ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാഞ്ഞാളിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ വീട്ടിനുള്ളിലെ കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃദുൽ ഭവനിൽ താമസിക്കുന്ന 60 വയസ്സായ മുരളീധരനെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച രാവിലെ 10:30 മണിയോടുകൂടിയാണ് പാഞ്ഞാൾ മൃദുൽ ഭവനിൽ താമസിക്കുന്ന 60 വയസ്സുള്ള മുരളീധരനെ വീട്ടിനുള്ളിലെ കട്ടിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുരളീധരൻ രാവിലെ വീടിന് പുറത്ത് വരാത്തതിനെ തുടർന്ന് അയൽവാസികൾ ചെന്ന് വിളിച്ചപ്പോൾ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് ജനൽ വഴി നോക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരം ചെറുതുരുത്തി പോലീസിനെ അറിയിച്ച് സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മുളങ്കുന്നത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് ചെറുതുരുത്തി പോലീസ് പറഞ്ഞു. മരണപ്പെട്ട മുരളീധരൻ്റെ ഭാര്യ സ്മിത, 2 മക്കളാണുള്ളത്. ഇവർ വിദേശത്താണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പിതൃസ്മരണയിൽ ഇന്ന് ബലിതർപ്പണം. പിതൃമോക്ഷത്തിനായി ഷൊർണൂർ ശാന്തി തീരത്ത് നിരവധി പേർ ബലിതർപ്പണ ക്രിയകൾ നടത്തി. പുലർച്ചെ 4 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. ശാന്തിമാരായ സൂര്യകുമാർ, മുരളി എന്നിവർ മുഖ്യ കാർമ്മികത്വം നൽകി. ചടങ്ങ് നിർവഹിക്കാനെത്തുന്നവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരും മനസ്സോർന്ന് പ്രാർത്ഥിക്കാം. സാക്ഷാൽ കർപ്പൂര നിരഞ്ജന
ദീപദർശനം നമ. ആ കയ്യിലിരിക്കുന്നത് മുഴുവൻ ആ പിണ്ടത്തിന് 4 പേർക്ക് തുടങ്ങി കയ്യിൽ സമർപ്പിച്ചോളൂ. പിണ്ടാനാം ഉപരിപിണ്ടം സമർപ്പയാമി. ഒന്ന് തൊട്ട് നിറങ്ങിൽ വെക്കണം കേട്ടോ. തൊട്ട് നിറങ്ങിൽ വെച്ചതിന് ശേഷം എല്ലാവരും വലതുവശത്തിരിക്കുന്ന ഇല 2 കൈ കൊണ്ടെടുക്കാം. വലത്തെ ഇല 2 കൈ കൊണ്ടെടുത്ത് ആ വെച്ച പിണ്ടങ്ങളെ ഒരു 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യൂ. യാനി യാനീച്ച ബാബാനി ജന്മാനന്തര കൃതാനീച്ച താനി താനി വിനശ്വന്തു പ്രദക്ഷിണ പതേ പതേ. ആ ഇല കൊണ്ട് കമത്തി അടച്ചു വെച്ചോളൂ. അടച്ചു വെച്ചതിന് ശേഷം എല്ലാവരും അത് തൊഴിൽ പിടിക്കുക. തൊഴിൽ പിടിച്ചുകൊണ്ട് മനസ്സു തുറന്ന് കാണാം. നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഈ കർമ്മത്തിന് വന്നത് അവരെയൊക്കെ നല്ലപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരോട് നമുക്ക് എന്താണോ പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവരും മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചോളൂ. ഭാരതപ്പുഴയോരത്തുള്ള കർക്കിടവാവ് ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ശാന്തിതീരത്ത് ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ ഒരു ബലിത്തറകളിൽ തന്നെ ഒരേ സമയം 250 പേർക്ക് ഇരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിച്ചിരുന്നു. പുഴയിൽ ഇറങ്ങുന്നവർക്ക് സുരക്ഷയൊരുക്കാൻ പരിശീലനം ലഭിച്ച പ്രത്യേക വിഭാഗം ആളുകളും പുഴയുടെ പരിസര പ്രദേശങ്ങളുണ്ടായിരുന്നു. കൂടാതെ ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം, പാർക്കിംഗ്, വൈദ്യസഹായം എന്നിവയും ലഭ്യമാക്കിയിരുന്നു. ബലിതർപ്പണത്തിന് എത്തുന്ന ആളുകൾക്ക് ബലിതർപ്പണ സാധനങ്ങൾ സൗജന്യമായാണ് ഇവിടെ നിന്നും നൽകിയിരുന്നത്. പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്നതിന് വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മുൻ വർഷങ്ങളിൽ 2500 ആളുകൾ ബലിതർപ്പണം ചെയ്തതായും ഇപ്രാവശ്യവും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിനായി എത്തിയതായും ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് പുഷ്പരാജ്, സെക്രട്ടറി പ്രസാദ് എന്നിവർ പറഞ്ഞു. ശാന്തിതീരം ചാരിറ്റബിൾ സൊസൈറ്റി എല്ലാ വർഷവും നടത്തിവരുന്ന കർക്കിടകവാവ് ബലി ഇന്ന് നമ്മൾ 4 മണിക്ക് നമ്മളിവിടെ തുടങ്ങി. നമുക്കിവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ പോലീസിൻ്റെയും എല്ലാവരുടെയും സൗകര്യം നമുക്കിവിടെ ഉണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക്, ഇരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മുതൽ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ബലികർമ്മത്തിന് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ശാന്തിയായിട്ടുള്ള സൂര്യകുമാറും മുരളി ശാന്തിയും ഇവിടെ നമുക്ക് ഈ കർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. ശാന്തിമാരായ സൂര്യകുമാർ, മുരളി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടത്തിയത്. ചെറുതുരുത്തി പാങ്ങാവ് ക്ഷേത്രത്തിന് സമീപത്തും ബലിതർപ്പണ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പതിവ് തെറ്റിക്കാതെ സേവാഭാരതി. ഈ വർഷവും ഷൊർണൂർ ശാന്തി തീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണമൊരുക്കി സേവാഭാരതി പ്രവർത്തകർ. ചുക്കുകാപ്പിയും പ്രഭാത ഭക്ഷണവും സൗജന്യമായാണ് നൽകിയത്. പതിവ് തെറ്റിക്കാതെ സേവാഭാരതി. ഈ വർഷവും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തുന്ന ആളുകൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി ഷൊർണൂർ സേവാഭാരതി പ്രവർത്തകർ. ചുക്കുകാപ്പിയും പ്രഭാത ഭക്ഷണവും സൗജന്യമായാണ് വിതരണം ചെയ്തത്. പുലർച്ചെ 4 മണി മുതൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. പ്രസിഡന്റ് ബാബു സുബ്രഹ്മണ്യൻ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി ദിലീഷ് കല്ലിപ്പാടം, ജില്ലാ സേവാ പ്രമുഖ് രാജീവ്, ഗണ്ട് പ്രജാ പ്രമുഖ് സുരേഷ് ബാബു കണയം, ജില്ലാ കോർഡിനേറ്റർ ഗീതാകുമാരി, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ഗോപകുമാർ, സുരേഷ്, ലക്ഷ്മണൻ, ഷിനു വാടനാകുർശി, കൗൺസിലർമാരായ K പ്രസാദ്, EP നന്ദകുമാർ, ലേഖ രമേശ് എന്നിവർ പ്രഭാത ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. സേവാഭാരതി ഷൊർണൂർ അവരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് നടത്തിവരുന്ന സൗജന്യ ചുക്കുകാപ്പി വിതരണം ഈ വർഷവും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കർക്കിടകവാവുമായി ബന്ധപ്പെട്ട് വരുന്ന ശാന്തിതീരം ഭാഗത്ത് വരുന്ന മുഴുവൻ വിശ്വാസികൾക്കും നമ്മൾ ഉപ്പുമാവ് അതുപോലെ ചുക്കുകാപ്പി വിതരണം നടക്കുന്നുണ്ട്. ഇത് തുടർകാലങ്ങളിലും ഇത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം തന്നെയാണ് സേവാഭാരതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പള്ളി പരിയാനംപറ്റയിലെ അംഗൻവാടിയിലേക്ക് പോകുന്ന വഴിയും പരിസരവും ശുചീകരിച്ച് 4-ാം വാർഡിലെ BJP പ്രവർത്തകർ. പൂപ്പലും ചളിയും നിറഞ്ഞ പാതയിൽ കുഞ്ഞുമായി വന്ന അമ്മ വഴുക്കി വീണ് കൈമുട്ടിന് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നാണ് BJP പ്രവർത്തകർ റോഡ് വൃത്തിയാക്കിയത്. അംഗൻവാടിയിലേക്ക് പോകുന്ന വഴി മെയിൻ റോഡിൽ നിന്ന് കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ്. മഴക്കാലമായതോടെ കോൺക്രീറ്റ് പാതയിൽ പൂപ്പലും ചളിയും നിറഞ്ഞ് അമ്മമാരും കുഞ്ഞുങ്ങളും വഴുക്കി വീഴുന്ന അവസ്ഥയായിരുന്നു. 2 ദിവസം മുൻപ് കുഞ്ഞുമായി വന്ന അമ്മ വഴുക്കി വീണ് കൈമുട്ടിന് പരിക്ക് പറ്റിയിരുന്നു. ഇതേ തുടർന്ന് 4-ാം വാർഡിലെ BJP പ്രവർത്തകർ അംഗൻവാടി റോഡ് വൃത്തിയാക്കുകയായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സുരക്ഷിത പാതയൊരുക്കിയ ശുചീകരണ പ്രവൃത്തികൾക്ക് BJP കുളപ്പള്ളി ഏരിയ ജനറൽ സെക്രട്ടറി റിനുറാം നേതൃത്വം നൽകി. മെയിൻ റോഡിൽ നിന്നും കുത്തനെയുള്ള ഒരു കോൺക്രീറ്റ് പാതയാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ പൂപ്പൽ നിറഞ്ഞ് വളരെ വഴുക്കി വീഴുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്.
2 ദിവസം മുന്നേ കൂടി പിഞ്ചു കുഞ്ഞുമായി വരുന്ന അമ്മ വഴിക്ക് വീഴുകയും അവരുടെ കൈമുട്ടിന് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 4-ാം വാർഡിലെ BJP പ്രവർത്തകർ ചേർന്ന് ഇന്ന് ഈ വഴി വൃത്തിയാക്കുകയുണ്ടായി. RK രാമചന്ദ്രൻ, രഞ്ജിത്ത് മുല്ലക്കൽ, സന്തോഷ്, അജിൻ, അനൂപ്, ജയേഷ്, രമേശ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ പത്തിരിപ്പാല ഞാവളിൻകടവ് മുങ്ങി. ഇതോടെ നിരവധി പേരുടെ കാൽനടയാത്രയും മുടങ്ങിയിരിക്കുകയാണ്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം ഉയരണമെന്ന ജനകീയ ആവശ്യം ഇതുവരെ നടപ്പായില്ലെന്നും ആക്ഷേപമുണ്ട്. ഞാവളിൻകടവ് ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ കാൽനടയാത്രക്കാരുടെ ഈ വഴിയുള്ള യാത്ര മുടങ്ങിയിട്ട് 2 ആഴ്ചയോളമായി. ഇതോടെ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത്. തടയണിലൂടെയാണ് നിരവധി യാത്രക്കാർ പെരുങ്ങോട്ടൂർശിയിൽ നിന്നും പത്തിരിപ്പാലയിലേക്ക് എത്തിച്ചേരുന്നത്. നിരവധി വ്യാപാരികളും മത്സ്യവ്യാപാരികളും വിദ്യാർത്ഥികളും ഈ വഴിയാണ് 2 വശങ്ങളിലേക്കും യാത്ര ചെയ്തു വരുന്നത്. എന്നാൽ ഒരാഴ്ചയിലേറെയായി തടയണ വെള്ളത്തിൽ മുങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. അത്യാവശ്യമാണ്. കുറേ കാലങ്ങളായിട്ട് കല്ലിട്ടിട്ട് പോയിട്ടുള്ളതാണ്. പെരുങ്ങോട്ടൂർശിയിൽ വരുന്നവർക്കും അതിരക്കാടും അങ്ങനെ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. അപ്പോൾ അവിടുന്ന് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ 14 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ റോഡ് ഞാവളൻകടയിലേക്ക് ഒരുപാട് പേര് കാണാൻ വരുന്നതാണ് ഇവിടേക്ക്. അതിരക്കാട് സദനം റോഡാണത്. നടക്കാൻ പോലും കഴിയുന്നില്ല. അത്ര വളരെ ശോചനീയാവസ്ഥയിലാണ്. 2 പഞ്ചായത്തിൽ പെട്ടതുകൊണ്ട് അതൊരു മത്സരം പോലെയാണ്. അത് എത്രയും പെട്ടെന്ന് നേരാക്കണം. പാലും അതിൻ്റെ ഒപ്പം തന്നെ വരണം. നല്ലൊരു കാര്യമാണ്. ഒരുപാട് പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് മന്ത്രി കൈകാര്യം ചെയ്യണം. മുൻവർഷങ്ങളിൽ തടയണ മുങ്ങിയാൽ തോണി ഇറക്കുമായിരുന്നെങ്കിലും വരുമാനം കുറവെന്ന കാരണത്താൽ ഇത്തവണ അവയും നിർത്തിവെച്ചു. നിലവിൽ 20 കിലോമീറ്റർ താണ്ടിയാണ് ചുറ്റി വളഞ്ഞ് പലരും പത്തിരിപ്പാലയിൽ എത്തിച്ചേർന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ ഈ വഴി മേൽപ്പാലം വരണമെന്ന ജനകീയ ആവശ്യവും ഇനിയും നടപ്പായില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. പാലത്തിനായുള്ള നടപടികൾ ഉടൻ വേഗത്തിലാക്കണമെന്നും പ്രദേശത്തുകാർ ആവശ്യമുന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അധിക്ഷേപിച്ച അധ്യാപകനെതിരെ പരാതി. പാലക്കാട് ചാത്തന്നൂർ ഹൈസ്കൂളിലെ അധ്യാപകനായ KC വിപിനാണ് അധിക്ഷേപിച്ചത്. ഫേസ്ബുക്കിലൂടെ ഹീനമായ അധിക്ഷേപം നടത്തിയെന്നാണ് പരാതി. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസിനാണ് DYFI നേതാവ് പരാതി നൽകിയത്. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് CBSE വിദ്യാർത്ഥികളുടെ ശാസ്ത്രമേള ഇന്നോവിസ്റ്റ 2K25 ജൂലൈ 26-ന് പാലപ്പുറത്ത് നടക്കും. ലക്ഷ്മി നാരായണ വിദ്യാനികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മേളയിൽ 300-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30-ന് മത്സരങ്ങൾ ആരംഭിക്കും. വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും സർഗാത്മകതയ്ക്കും വേദിയൊരുക്കുന്ന സഹോദയ കോംപ്ലക്സിൻ്റെ അക്കാദമിക് കലണ്ടറിലെ ഒരു സുപ്രധാന പരിപാടിയാണ് ശാസ്ത്രമേള. ജില്ലയിലെ 41 CBSE സ്കൂളുകളിൽ നിന്നായി 300-ൽ പരം വിദ്യാർത്ഥികൾ ഏകദിന ശാസ്ത്രമേളയിൽ പങ്കെടുക്കും. 3 വിഭാഗങ്ങളായാണ് മത്സരങ്ങൾ നടക്കുക. 6-8 ക്ലാസുകൾ, 9-10 ക്ലാസുകൾ, 11-12 ക്ലാസുകൾ എന്നീ 3 വിഭാഗങ്ങളാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നിശ്ചല മാതൃകകളും പ്രവർത്തന മാതൃകകളും ഓരോ വിഭാഗത്തിലും പ്രദർശനത്തിനുണ്ടാകും. ഇന്നോവിസ്റ്റ 2K25 ഒരു മത്സരം എന്നതിലുപരി വിദ്യാർത്ഥികൾ സമഗ്രമായ ശാസ്ത്രീയ ജിജ്ഞാസയും വീക്ഷണവും വളർത്തുന്നതിനും നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന ഒരു വേദിയാണിത്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ജയമോഹൻദാസ് ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം ഡോക്ടർ PN ദാമോദരനും ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് സമ്മാനങ്ങളും ട്രോഫികളും വിതരണം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യുന്നത് കൽപ്പാക്കം ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ജയമോഹൻദാസ് ആണ്. പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സിൻ്റെ അഭിവന്ദ്യ പ്രസിഡന്റ് ശ്രീ ഷാജി K തയ്യിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ നിന്ന് വിരമിച്ച സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സുരേഷ് എരിങ്ങത്തൊടി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ലക്ഷ്മിനാരായണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ ശ്രീ K രാമകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. പാലക്കാട് ഡിസ്ട്രിക്ട് സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ സെക്രട്ടറി ശ്രീമതി K സോണിയ, ചെർപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K അനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ പ്രിൻസിപ്പൽ N പ്രദീപ്, മാനേജർ KR സന്ദീപ്, നാരായണൻ, കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ തെക്കിനിയത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പരുത്തിപ്പള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കേൾവി കണ്ണ് കേൾവി പരിശോധന മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും പാലക്കാട് അവൈറ്റീസ് ആശുപത്രിയുടെയും പാലക്കാട് ആഞ്ചർ ഹിയറിംഗ് കെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പ് സുശീൽ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കണ്ണിന്റെയും കേൾവിയുടെയും ആരോഗ്യ പ്രശ്നമാണ് ഇവിടുത്തെ ജനങ്ങളുടെ. അതിനുവേണ്ടി തന്നെ അവര് ക്യാമ്പ് നടത്താമെന്ന് പ്ലാൻ ചെയ്തു. അതോടൊപ്പം സഹകരിക്കാൻ തയ്യാറായത് ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി, അവൈറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട്, ആഞ്ചൽ ഹിയറിംഗ് കെയർ പാലക്കാട്, കൂടാതെ ശങ്കർ ഓപ്റ്റിക്കൽസ് കോട്ടായി, പുത്തനൂർ, പെരിങ്ങോട്ടൂർശി ഇവിടങ്ങളിൽ അവർക്ക് ഷോപ്സ് ഉണ്ട്. അവിടുത്തെ ഉടമസ്ഥൻ രാജേഷ് ഇതിന്റെ കൂടെ സഹകരിക്കാൻ തയ്യാറായി. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസിദാസ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് ഭാരവാഹികളായ TS ചന്ദ്രൻ, ശങ്കർ ഒപ്റ്റിക്കൽസ് രാജേഷ്, അവറ്റീസ് ഹോസ്പിറ്റൽ യൂണിറ്റ് മാനേജർ ബെന്നി, ഐ ഫൗണ്ടേഷൻ മാർക്കറ്റിംഗ് മാനേജർ ശിവപ്രസാദ്, ആഞ്ചൽ ഹിയറിംഗ് ഹോസ്പിറ്റൽ PRO ജുബിൻ എന്നിവർ സംസാരിച്ചു. VS നാരായണൻ സ്വാഗതവും രാമകൃഷ്ണൻ പാലേക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്കൃതി ചെറുതുരുത്തിയുടെ നേതൃത്വത്തിൽ 27-ാം തീയതി കലാമണ്ഡലം നീള ക്യാമ്പസിൽ മഴോത്സവം സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് മഴോത്സവ പരിപാടികൾ നടക്കുക. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. 2017 മുതൽ നടത്തിവരാറുള്ള മഴോത്സവത്തിന്റെ 4ാമത്തെ പരിപാടിയാണ്. വൈവിധ്യങ്ങളായ പരിപാടികളോടെ കേരള കലാമണ്ഡലത്തിന്റെയും വെള്ളത്തുൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ ജൂലൈ 27 ഞായറാഴ്ച കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ വെച്ച് ആഘോഷിക്കുന്നത്. മഴോത്സവം 2025 മഴയെ അവലംബമാക്കിയ ഒട്ടനവധി പരിപാടികളാണ് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ നടക്കുക. പ്രശസ്തരായ കവികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുക്കുന്ന മഴോത്സവത്തിൽ കവിതയും മഴയും, സിനിമയിലെ മഴ, മഴയും കൃഷിയും, മഴക്കാല ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും മഴക്കവിതകൾ, മഴപ്പാട്ടുകൾ, പുള്ളുവൻ പാട്ട്, വാദ്യസമന്വയം, ടൈഗർ, സൈബീരിയൻ ഹസ്നി നാടകം, വയലിൻ, നൃത്തശില്പം, ജൽവരകൾ, മഴചിത്രങ്ങൾ, മഴയറിവുകൾ, മഴയോർമ്മകൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ മഴോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുമെന്ന് പ്രസിഡന്റ് KV ഗോവിന്ദൻകുട്ടി, സെക്രട്ടറി AR ബാബു, മറ്റു ഭാരവാഹികളായ MA മൻസൂർ എന്നിവർ പറഞ്ഞു. മഴ കവിതയെ അടിസ്ഥാനമാക്കി കലാമണ്ഡലത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന നൃത്തശില്പമുണ്ട്. അതുമാതിരി നമ്മുടെ ജനുവരി ഷൊർണൂരിലെ ജനുവരി പ്രവർത്തകരുടെ നാടകം, ഗാനങ്ങൾ, പഴയ സിനിമാ ഗാനങ്ങൾ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മഴയെയും കലയെയും സാഹിത്യമൊക്കെ ഇഷ്ടപ്പെടുന്ന, സംസ്കാരം കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കവികളും മറ്റ് സാംസ്കാരിക പ്രവർത്തകരും വരുന്നുണ്ട്. അവർ അവതരിപ്പിക്കുന്ന മഴപ്പാട്ടുകളുണ്ട്, മഴ കവിതകളുണ്ട്. അതുമാതിരി സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്ന ഒരു ഏകാന്ത നാടകം ഉണ്ട്. പിന്നെ നൃത്തശില്പങ്ങളുണ്ട്. പിന്നെ സോളോ ഐറ്റംസ്, വയലിൻ, അതുമാതിരിയുള്ള പരിപാടികളുണ്ട്. അങ്ങനെ ആ ഒരു ദിവസം ഭാരതപ്പുഴയുടെ നിറഞ്ഞു നിൽക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് ഈ മഴയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതിയും, നമ്മുടെ കാർഷികത്തെയും, മഴക്കാല ആരോഗ്യം, ഇങ്ങനെ വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ മുഖ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവുമായ VS അച്യുതാനന്ദനെ CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. VS അനുസ്മരണത്തോടനുബന്ധിച്ച് നടന്ന മൗനജാഥ CPIM പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കോട്ട മൈതാനത്ത് സമാപിച്ചു. ജനങ്ങളുടെ നേതാവായിരുന്നു VS എന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് KA ചന്ദ്രൻ, CPI മുതിർന്ന നേതാക്കളായ V ചാമുണ്ണി, വിജയൻ കുരിശ്ശേരി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK നൌഷാദ്, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി മുരുകദാസ്, കേരള കോൺഗ്രസ് നേതാവ് കുശലകുമാർ, BJP നേതാവ് മധു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പാലക്കാട് ഏരിയ മാനേജ്മെന്റ് മീറ്റ് 2025 പിരായിരിയിൽ സംഘടിപ്പിച്ചു. റിട്ടയേർഡ് പ്രൊഫസർ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. KNM പാലക്കാട് വിദ്യാഭ്യാസ വകുപ്പ് ചെയർമാൻ അഹമ്മദ് അൻസരി മൗലവി അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് DFO ഉമ്മർ, കാസിം മാസ്റ്റർ, ഡോക്ടർ PMA വഹാബ്, ഹംസ പുല്ലൻകോട്, ഷംസുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. പാലക്കാട് ഏരിയ വിദ്യാഭ്യാസ കോംപ്ലക്സ് സെക്രട്ടറി ഫാറൂഖ് മൗലവി സ്വാഗതം പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം M. സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കുളപ്പുള്ളി പള്ളിയാലിൽ ഓഡിറ്റോറിയ പരിസരത്തു നിന്നും ആരംഭിച്ച മൗനജാഥ കുളപ്പുള്ളി ടൗൺ ചുറ്റി വീണ്ടും ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. CPM കുളപ്പുള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് VS അച്യുതാനന്ദൻ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം M. സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ലോക്കൽ കമ്മിറ്റി അംഗം N. ജയപാലൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M.R. മുരളി, ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T.K. ബഷീർ, CPI മണ്ഡലം കമ്മിറ്റി അംഗം K.C. സോമൻ, മുസ്ലിം ലീഗ് പ്രതിനിധി T. യൂസഫ്, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ T. സതീഷ് ബാബു, P.K. ഗോപാലകൃഷ്ണൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. പിന്നീടാണ് VSനെ പോലുള്ളവർ, കൃഷ്ണപിള്ളയെ പോലുള്ളവർ, കേളപ്പനെ പോലുള്ളവർ ആ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നു. അപ്പോൾ ഈ നാട് ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ വലിയൊരു സമര കഥയുണ്ട്, വലിയൊരു സമര ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ അവശേഷിക്കുന്ന അല്ലെങ്കിൽ ആ ചരിത്രത്തിന് അന്ന് ജീവൻ നൽകിയവരിൽ ഏതാണ്ടൊരു അവസാന കണ്ണിയാണ് VS അച്യുതാനന്ദൻ എന്ന് പറയും. ന്യൂസ് സെന്റർ ഷൊർണൂർ. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും നടത്തി. ഏരിയ കമ്മിറ്റി അംഗം M. K. ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. നേരത്തെ പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും മൗനജാഥയുമായി നേതാക്കൾ അയ്യങ്കാളി ഹാളിലെത്തി. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് VS അച്യുതാനന്ദൻ അനുസ്മരണവും സർവകക്ഷി യോഗവും സംഘടിപ്പിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം M. K. ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അദ്ദേഹത്തിൻ്റെ ഈ 101 വയസ്സ് കഴിഞ്ഞ് 102ലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ മരണം കവർന്നെടുക്കുക എന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമൂഹ്യ പ്രക്രിയയിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗം നിർഭരമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി N. D. ദിൻഷാദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ BJP ജില്ലാ സെക്രട്ടറി K. പ്രസാദ്, INL ജില്ലാ പ്രസിഡന്റ് അസീസ് പരുത്തിപ്ര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ, CPI ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി E. K. സുഭാഷ്, നഗരസഭാ അംഗം ഷൊർണൂർ വിജയൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂരിലും ലക്കിടിയിലും VSനെ അനുസ്മരിച്ചു. മണ്ണൂരിൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുസ്മരണ യോഗവും മൗനജാഥയും നടത്തി. ലക്കിടിയിൽ K. സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു സർവകക്ഷി യോഗം. CPM മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി അനുസ്മരണവും മൗനജാഥയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിതയുടെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. V. മോഹനൻ, VM അൻവർ സാദിഖ്, P.K. അശ്വജിത്ത്, SJN നജീബ്, K. സേതുലവി, P.K. ഉണ്ണികൃഷ്ണൻ, K. സുരേഷ് ബാബു, പീതാംബരൻ എന്നിവർ അനുസ്മരിച്ച് സംസാരിച്ചു. സാധാരണ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലാണ് VS ജനിച്ചത്. സഖാവ് വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ വയസ്സിൽ അമ്മയ്ക്ക് വസൂരിയായി ബന്ധപ്പെട്ടുകൊണ്ട് വസൂരി അന്നത്തെ കാലത്ത് വേറെ താമസിക്കേണ്ടി വരും. ഒരു ചെറിയ ഓലക്കുടിലാണ് അമ്മയെ താമസിപ്പിച്ചത്.
ലക്കിടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ഷിബു, കെ രമേശ് ബാബു, പി എ ഷൗക്കത്ത് അലി, ബാബു, മൊയ്തീൻകുട്ടി, എം രാമകൃഷ്ണൻ, കെ ഹരി, പി ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മൗനജാഥയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഷൊർണൂർ പരുത്തിപ്ര കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വിശേഷാൽ പരിപാടികൾ തുടരുന്നു. വൈഷ്ണവം മേളം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറി. ക്ഷേത്രത്തിൽ രാമായണ പാരായണവും പ്രഭാഷണവും നടക്കുന്നുണ്ട്. മാറ്റുലി തെരുവുനായ പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെ പട്ടികടിയേൽക്കുന്ന സംഭവങ്ങളാണ് ദിവസവും കേൾക്കുന്നത്. ജനം ഭയപ്പാടിലാണെന്നും പുറത്തിറങ്ങി നടക്കാനാകാത്ത സ്ഥിതിയാണെന്നും കോടതി പറയുന്നു. വ്യക്തികൾ ലൈസൻസ് ഇല്ലാതെ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ സംരക്ഷിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ അഭിപ്രായം തേടുകയാണ് ഇന്ന് മാറ്റുലി. ഒരു വർഷത്തിൽ 10,000 ആൾക്കാർ നായ്ക്കടി കൊണ്ട് മരിക്കുന്നവരുണ്ട്. ഗവൺമെൻറ് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇതിന് ഈ നായ്ക്കളെ ഒതുക്കാനുള്ള എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ രംഗത്തിറങ്ങി അതിനെ ഒതുക്കാനുള്ളൊരു സംവിധാനം ജനങ്ങൾ ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയുന്നത്. എവിടെ പോയാലും തെരുവ് നായകളുടെ കൂട്ടമാണ് കാണുന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു നിയമം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു അത്യാവശ്യമാണ്. കാരണം ഇവയെ ഒന്നുകിൽ പിടിച്ചു കൊണ്ടുപോയി കാട്ടിലോ വല്ലവിടെയും കൊണ്ടുവിടുക, അല്ലെങ്കിൽ അതിനെ കൊല്ലാനുള്ള ഏർപ്പാടാക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാർഗം കാണുക. കോടതി പറയുന്ന പോലെ ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ പേയിളി മരിക്കേണ്ട അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൾക്കാർ പോകുമ്പോൾ അവരെ മുഴുവൻ കടിക്കുക, ആട്ടിമുടുക്കുക, കുട്ടികൾ ചെല്ലുകയാണെങ്കിൽ ഭീഷണി, ആ വഴി പോകുമ്പോൾ ഭീഷണിപ്പെടുത്തുക, ആട്ടിമുടുക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിൽ ധാരാളമാണ്. ആയതുകൊണ്ട് ഈ തെരുവ് നായകളെ പഞ്ചായത്തോ മറ്റ് അധികാരികളോ ഇടപെട്ട് തെരുവ് നായകളെ വന്ധ്യംകരണം ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഇറക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടെന്ന് BJP. ഡീലിമിറ്റേഷൻ കഴിഞ്ഞ് പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ നിശ്ചയിച്ച വാർഡിൽ നിന്ന് 100 കണക്കിന് വോട്ടർമാരാണ് മറ്റു വാർഡുകളിലേക്ക് മാറിയിട്ടുള്ളതെന്നും ആരോപണം. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ആദ്യം രംഗത്ത് വരേണ്ട CPM മൗനം പാലിക്കുന്നു. ക്രമക്കേടിനെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ. തൃശൂർ ദേശീയപാതയിൽ അമിതഭാരം കയറ്റിയ ടോറസ് ലോറികൾ ഉപേക്ഷിച്ച് ഡ്രൈവർമാർ മുങ്ങി. ലോറിയും താക്കോലും ഉപേക്ഷിച്ച് ഡ്രൈവർമാർ കടന്നുകളഞ്ഞത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് അധികൃതരുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായി അധികൃതർ. ഡ്രൈവർമാർ ഉപേക്ഷിച്ച ലോറിയുടമകളെ വിളിച്ചു വരുത്തി പിഴ ഈടാക്കി വാഹന പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ. പിതൃതർപ്പണ സ്മരണയിൽ ബലിതർപ്പണം. ഷൊർണൂർ ശാന്തിതീരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ പിതൃമോക്ഷത്തിനായി ബലിതർപ്പണ ക്രിയകൾക്കായി എത്തിയത് 10,000. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ മണിക്കൂറുകളോളം നീണ്ടു. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഷൊർണൂർ ശാന്തിതീരത്ത് ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സേവാഭാരതി. ഭാരതപ്പുഴയിലെ തടയണ നിറഞ്ഞ് പത്തിരിപ്പാല ഞാവളിൻ കടവ് മുങ്ങിയതോടെ കാൽനടയാത്ര മുടങ്ങിയ നിരവധി പേർ ദുരിതത്തിൽ. നിലവിൽ 20 കിലോമീറ്റർ ചുറ്റിവളഞ്ഞാണ് പലരും പത്തിരിപ്പാലയിലെത്തുന്നത്. യാത്രക്കാരുടെ ദുരിതമകറ്റാൻ പ്രദേശത്ത് മേൽപ്പാലം വേണമെന്ന ജനകീയ ആവശ്യം ഇനിയും നടപ്പായില്ലെന്നും ആക്ഷേപം. പത്തിരിപ്പാലയിൽ ഹോട്ടലിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതിയെ മണ്ണൂർ പോലീസ് പിടികൂടി. മാങ്കുറിശി അമ്പലത്തിന് സമീപം സാഹസികമായി പിടികൂടി അറസ്റ്റിലായത് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി 36-കാരനായ അബ്ദുൾ റസാഖ്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പാഞ്ഞാളിൽ തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.